വീട്ടമ്മമാരാണ്, അതുപോലെ രോഗികളായ ആളുകളൊക്കെ ഉണ്ട്. കാരണം ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, പിന്നെ ഒരു ഷോപ്പ് വേണ്ട, ലേബർ കോസ്റ്റ് വേണ്ട, ഭൂമി വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു കുർത്തിന്റെ ടാഗ് റേറ്റ് 899 ആണ്. ഇന്ത്യയിൽ എവിടെയും ഈ സാധനം 499 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് ഡെയിലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000-1500 രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. അവർക്ക് ഈ 799 വരെ എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എളുപ്പത്തിൽ ഈ ജോലി ചെയ്യാൻ പറ്റും. ഒരു 4 കുർത്തി വാങ്ങിയാലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുക. നമ്മൾ അയക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതൊന്നും പിന്നെ ലൈനിങ്ങിന്റെ ആവശ്യം ഒന്നുമില്ല. നമ്മളെ ഇന്ത്യയിലുള്ള എവിടെ ഉള്ള ഒരാൾക്കും നമ്മളതിന് ഡ്രസ്സ് എടുത്തിട്ട് റീസെല്ലിങ് ചെയ്യാം. ഞാൻ 0 ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇന്ന് ഈ ഒരു ഷോപ്പിലേക്ക് എത്തിയത്. ഉണ്ടാവില്ല, നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കുന്ന കുർത്തീസാണ് ഇതെല്ലാം. ഒത്തിരി കസ്റ്റമർ നമുക്ക് ഇപ്പോഴും ലക്ഷദ്വീപിലുണ്ട്. ഈ സാധനം നമ്മൾ ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കുന്നത് 349 ആണ്. ഇപ്പൊ ടെൻഷൻ ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഓർഡർ ഇടുന്ന എല്ലാവർക്കും അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നതോടുകൂടി ആ ഏർണിങ്സ് അവരുടെ ഇൻകമായി മാറി. പ്രിയപ്പെട്ട എല്ലാവർക്കും ബിസിനസ് മല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് പരപ്പനങ്ങാടിയിലാണ്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന് നേരെ എതിർവശത്തുള്ള നഷാസ് ബ്യൂട്ടീക്ക് എന്ന സ്ഥാപനത്തിൽ ഒരു മുതൽ മുടക്കുമില്ലാതെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം, അങ്ങനെ തുടങ്ങി വിജയിച്ചു എന്ന നഷാസ് ബ്യൂട്ടീക്കിന്റെ ഉടമ കൂടിയായ റഷീദയുടെ വാക്കുകളാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചത്. റഷീദ ഉറപ്പിച്ച് പറയുന്നു, യാതൊരു മുതൽ മുടക്കുമില്ലാതെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം എന്നുള്ളത്. എന്താണ് ഈ ബിസിനസ് എന്നുള്ളത് നമുക്ക് റഷീദയിൽ നിന്ന് തന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. എന്താണ് നഷാസ് ബ്യൂട്ടീക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം? നമ്മൾ മെയിനായിട്ട് ലേഡീസ് ഐറ്റംസ് സെയിൽ ചെയ്യുന്നൊരു ഷോപ്പാണ്. നമ്മൾ മെയിനായിട്ട് സെയിൽ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങനെ ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണ് ബിസിനസ് മല്ലൂസ് ഇവിടേക്ക് വന്നത്. അതായത് ഞാൻ അറിഞ്ഞ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം, 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങാമെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പം എന്താണ് ആ ഒരു ബിസിനസ് പ്ലാൻ എന്നൊന്ന് പറയാം? ഞാൻ 0 ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇന്ന് ഈ ഒരു ഷോപ്പിലേക്ക് എത്തിയത്. അപ്പം അതുപോലെ ഇന്നെപ്പോലെ ഒന്നും മുടക്കാനില്ലാത്തവർക്ക്, അതായത് 1 രൂപ പോലും കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനത് റീസെല്ലിംഗ് ചെയ്യാന്നുള്ളതാണ്. റീസെല്ലിംഗ്? യെസ്. അപ്പോൾ എന്താണ് ഈ റീസെല്ലിംഗ് എന്നുള്ളതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിന് ജോയിൻ ചെയ്യുക. നമ്മളെല്ലാ ദിവസവും നമ്മളെ ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഫോട്ടോസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫോട്ടോസ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും, ഇൻസ്റ്റഗ്രാമിൽ പേജ് കൊടുക്കണം. നമ്മളതിൽ റേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മളെ ലോഗോയോ നമ്മുടേതെന്ന് തോന്നിക്കുന്ന ഒന്നും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല ആ പിക്ചറിൽ. അപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അതിൻ്റെ എല്ലാ ക്വാളിറ്റി കാര്യങ്ങൾ, അതിൻ്റെ സൈസ്, അതിൻ്റെ മെഷർമെൻറ്റ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനി കസ്റ്റമർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം എടുത്ത് വീണ്ടും ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയും അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് പോലെ മറ്റൊരാളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ കഴിയുക. അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്തെയും ഒരു മുതൽ മുടക്കും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന നമ്മളെ സഹോദരിമാർക്ക് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. കാരണം ഞാൻ അതുപോലെ ചെയ്താണ് ഈ ഒരു ഷോപ്പിലേക്കൊക്കെ എത്തിയത്. അത്യാവശ്യം നല്ല ഏർണിങ്സ് തന്നെ എനിക്ക് എല്ലാ മാസവും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിലിപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. എനിക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും? അതായത് ഞാനൊരു റീസെല്ലർ ആകാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നല്ല, നമ്മളെ ഇന്ത്യയിലുള്ള എവിടെ ഉള്ള ഒരാൾക്കും നമ്മളതിന് ഡ്രസ്സ് എടുത്തിട്ട് റീസെല്ലിങ് ചെയ്യാം. അതിന് അവർ നമ്മളെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കൊന്നും വേണ്ട. നമ്മൾ ഫോട്ടോസ് അവർക്ക് ആർക്കാണോ ആവശ്യമുള്ളത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്രസ്സ് വാങ്ങിക്കുക, പേയ്മെൻറ്റ് വാങ്ങിക്കുക, നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് തരാം. നമ്മൾ കസ്റ്റമർക്ക് നേരിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ റീസെല്ലർ എന്നുള്ള ആൾക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന ഞാൻ നഷാസ് ബ്യൂട്ടീക്കിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അത് എനിക്ക് എൻ്റേതായിട്ടുള്ള കസ്റ്റമേഴ്സ് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിച്ചിട്ട്, ഇപ്പോൾ ഒരു 1500 രൂപൻ്റെ പ്രൊഡക്റ്റാണ് കസ്റ്റമർ നമ്മളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഓർഡർ തന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഏർണിങ്സ്, ഒരു പ്രോഫിറ്റ് നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ പ്രോഫിറ്റാണ് നിങ്ങളുടെ ഏർണിങ്സ്, അതായത് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ആ പ്രോഫിറ്റാണ്. അത് കുറച്ചിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പേയ്മെന്റ് തന്നാൽ മതി.
ഓക്കെ, അതായത് ഞാനൊരു എന്റെ ഒരു പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രം പെർസെന്റേജ് ആണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ എന്റെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രം ഞാൻ അത് ജിപേ ചെയ്താൽ മതി. ജിപേ ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് പ്രോഡക്റ്റ് കസ്റ്റമർക്ക് പോകും. അത് പിന്നെ അതിന്റെ ഇടയ്ക്ക്, അതായത് നമ്മൾ കൊറിയർ അയക്കുക ചെയ്യാം. മെയിനായിട്ട് നമ്മൾ DTDCയും ഇന്ത്യൻ പോസ്റ്റും ആണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ പക്ഷെ അതിലൊന്നും കസ്റ്റമർക്ക് അത് കിട്ടാത്തൊരു വിഷയം, അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർക്ക് സമയത്തിന് എത്താതിരിക്കുക, അങ്ങനത്തെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്ത് കൊടുക്കും. കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഓർഡർ എടുത്ത് റീസെല്ലർക്ക് അതേക്കുറിച്ചൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു റീസെല്ലർക്ക് ഒരു ഓർഡർ കൊടുത്തു. അപ്പം ഓൺലൈൻ വഴിയാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് ആകുമോ? എന്താണ്? നമ്മൾ അയക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. യെസ്, ഒന്നിന് ഒരു രൂപ പോലും ചാർജ് വാങ്ങിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ 350 കുർത്തിയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, അതിന് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പാണ്. ഇപ്പോൾ കേരളത്തിന്റെ അകത്താണെങ്കിൽ നമ്മൾ DTDC ത്രൂ ആണ് അയച്ചു കൊടുക്കുക മെയിനായിട്ട്. അപ്പോൾ പെട്ടെന്ന് കിട്ടും. പിന്നെ ഔട്ട് ഓഫ് കേരള വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കും. പക്ഷെ അത് എവിടെ ആയാലും ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത്. ഈ റീസെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വീട്ടമ്മമാർക്ക്, പിന്നെ രോഗം കൊണ്ടൊക്കെ പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്തവർ, ചെറിയ കുട്ടികളുള്ളവർക്ക്, അതുപോലെ പിന്നെ ആരും സഹായിക്കാനില്ലാത്ത ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ജോബാണ് റീസെല്ലിംഗ് ബിസിനസ്. നമ്മളിതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് 1000-1500 രൂപ വീട്ടിലിരുന്നുകൊണ്ട് വളരെ സുഖമായിട്ട് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതിൻ്റെ മെയിനായിട്ടൊരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അത്യാവശ്യം അങ്ങനെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു വീട്ടമ്മയാണ്. അപ്പം ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എളുപ്പത്തിൽ ഈ ജോലി ചെയ്യാൻ പറ്റും. എല്ലാവരും സ്റ്റാർട്ടിങ് ചെയ്യും റീസെല്ലിംഗ് എന്നുള്ളത്, പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യും, എല്ലാവരും നിർത്തിപ്പോവും. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താ, ഇതുപോലെ ട്രാക്കിംഗ് തരില്ല, അയച്ചോ ഇല്ല എന്നുള്ളത് കിട്ടൂല, എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് വന്നാൽ അവർ പ്രോപ്പറായിട്ട് റിപ്ലൈ തരില്ല. അപ്പോൾ അതെല്ലാം ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊണ്ടുപോകണത്. ഇതിപ്പോൾ നമ്മളൊരു ഡിസ്പ്ലേ കൗണ്ടർ മാത്രമാണ്, പക്ഷെ നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നതിന് നമുക്കൊരു യൂണിറ്റ് വേറെ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല 10ഓളം സ്റ്റാഫുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ളൊരു ഷോപ്പ്, ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓർഡർ വരുമ്പോൾ നമ്മൾ ഒരു ഓർഡർ അപ്പം പ്ലേസ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് യൂണിറ്റിലോട്ട് ഫോർവേഡ് ചെയ്യും, അവിടുന്ന് പാക്ക് ചെയ്ത് അപ്പം തന്നെ ഡിസ്പാച്ച് ചെയ്യും. അപ്പം അതുകൊണ്ട് ഒന്നും ഡിലേ വരില്ല. ആർക്കും ഇന്ന് ഓർഡർ ചെയ്ത ഒരു കേരളത്തിൻ്റെ അകത്തുള്ളതാണെങ്കിൽ നാളെ അവൾ നേരം വെളുക്കത്ത് 12 മണിയാകുമ്പോൾ എടുക്കാൻ സാധനം കിട്ടിയിരിക്കും. ഒരു ഷോപ്പ് പോയി വാങ്ങിക്കുന്ന അതേ പിന്നെ റെസ്പോൺസിബിലിറ്റിയോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനം കസ്റ്റമർക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ നഷാസ് ബ്യൂട്ടിക്കിലെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും കൂടെ ഒന്ന് പറയാമോ? നമ്മൾ മെയിനായിട്ട് കുർത്തീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളടുത്തുള്ളൊരു കുർത്തിയാണ്, ഇത് ബ്രാൻഡഡ് കുർത്തിയാണ്. ഇത് കണ്ടോ, പുറത്തുള്ള നമ്മളെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, കാണാൻ കഴിയുള്ളൂ. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഈ സാധനം നമ്മൾ ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കുന്നത് 349 അത് റീസെല്ലറാണ് നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ റീസെല്ലർക്കും നമ്മൾ ഈ 349 നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. പിന്നെ അവർക്കൊരു കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് അത്യാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ ഇത്രയും നല്ല കുർത്തീസ് എവിടുന്നും കിട്ടൂല. കാരണം ഇത് നോർമൽ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയ സാധനമല്ല, ഇത് ബ്രാൻഡഡ് ഷോപ്പുകളിൽ മാത്രം കിട്ടുന്ന പ്രീമിയം കുർത്തീസാണ്. ഇതിൽ തന്നെ നമ്മളെടുത്ത് ഒരുപാട് പ്രിന്റിൽ ഒരുപാട് ഡിസൈനിൽ വരുന്നുണ്ട്. ഇതിന്റെ ടാഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 499 ആണ്. അപ്പോൾ ആരെങ്കിലും ഇതിനിപ്പോൾ ഹോൾസെയിലായിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി ഒരു 4 പീസൊക്കെ വെച്ചിട്ട് അവർക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ 499 വരെ ഇതിന് പ്രൈസ് അവർക്ക് ഈടാക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇൻകം ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഒരു 4 കുർത്തി വാങ്ങിയാലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുക. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ലൊരു ഇൻകം എന്താ ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിന്റെ ടാഗ് റേറ്റ് 499 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെയിൽ ചെയ്യാം. ഇത് പുറത്ത് എവിടെ പോയാലും ഈ ഒരു ടാഗ് റേറ്റിനെ നമുക്കിത് വാങ്ങിക്കാനും പറ്റുള്ളൂ. പിന്നെ അത്രയും ക്വാളിറ്റിയാണ്, അത്രയും പിന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവൊക്കെ 3/4 സ്ലീവ് കിട്ടുന്നുണ്ട്. അതുപോലെ ചെസ്റ്റും ഒരു 40 to 44 ഒക്കെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി XXL സൈസ് വരെ ഉള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസ് വെയർ കുർത്തിയാണ്. അതുപോലെ ഇതിൽ ഒരുപാട് വെറൈറ്റി പ്രിന്റുകൾ വരുന്നുണ്ട്. എല്ലാതും നല്ല അടിപൊളി പ്രിന്റാണ്. ഇതാ ഈ കുർത്തിയൊന്നും വേറെ എവിടെ പോയാലും ഈ ഒരു റേറ്റിന് കിട്ടൂല. ഈ ഒരു കുർത്തിന്റെ ടാഗ് റേറ്റ് 899 ആണ്. ഇന്ത്യയിൽ എവിടെയും ഈ സാധനം 499 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ചെസ്റ്റ് അളവ് വരുന്നുണ്ട്, നല്ല ലെങ്ത്ത് 44, 45 ഒക്കെ ഇതിന്റെ ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി ബോർഡർ ഡിസൈൻ വർക്ക് വരുന്ന നെക്കാണ്, വീനക്ക് വരുന്നുണ്ട്.
3/4 സ്ലീവ് വരുന്നുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ്. മെറ്റീരിയലോ അത് നല്ല അടിപൊളി മെറ്റീരിയലാണ്. റയോൺ കോട്ടൺ പോകുന്ന ഈ പ്രിന്റിനൊന്നും ഒന്നും സംഭവിക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും ഈ പ്രിന്റിനൊന്നും സംഭവിക്കില്ല. എല്ലാ ഷോപ്പിലും നമുക്ക് ഈ സാധനം വാങ്ങിക്കാൻ കിട്ടില്ല. ബ്രാൻഡഡ് ഷോപ്പുകളിൽ മാത്രം ഉണ്ടാകുന്ന പ്രീമിയം കുർത്തീസാണ്. അടുത്തതിൽ വരുന്ന ഒരു അടിപൊളി പ്രിന്റാണിത്. 420 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി. ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പുള്ള ഒരു കുർത്തിയാണിത്. കൂടുതൽ നമ്മളെ കയ്യിലുള്ള എല്ലാ പ്രിന്റും ഡിഫറെൻറ്റ് പ്രിന്റുകളായിരിക്കും. അതൊരു 100 പീസുണ്ടെങ്കിൽ 100 പ്രിന്റാണ്. ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാണ് കൂടുതലും നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും ഓർഡർ ചെയ്യാറുള്ളത്. കാരണം ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ വീട്ടിലെത്തും. എല്ലാം വീട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എത്ര യൂസ് ചെയ്താലും എത്ര വാഷ് ചെയ്താലും നോർമൽ വാഷ് ചെയ്താൽ മതി. പക്ഷെ ചുരുങ്ങുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സൈസ് കുറയുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കുന്ന കുർത്തീസാണ് ഇതെല്ലാം. അടുത്തത് നല്ല വൈൻ കളർ, എല്ലാതും നല്ല കോട്ടൺ റയോൺ മെറ്റീരിയലാണ്. മറ്റേ നമ്മൾ കോട്ടൻ്റെ 3 പീസൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് എന്തായി പോകും, അത് 1-2 വാഷ് ചെയ്യില്ല, ഡാമേജ് ആവും. പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പ്രിൻ്റൊക്കെ പോയി. പക്ഷെ ഇത് നമ്മൾ എത്ര വാഷ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. ഇതുപോലെ തന്നെ ഇരിക്കും. അടുത്തത് എല്ലാ പീസും നല്ല അടിപൊളി കളർ ചാർട്ടും കൂടെയാണ് നമ്മൾ. ഇതെന്താ ഇതിൻ്റെയൊക്കെ സ്ലീവിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല 3/4 സ്ലീവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിടുത്തും ഒരു അത്യാവശ്യം 3XL വണ്ണമുള്ളവർക്ക് വരെ ഇതൊക്കെ വെയർ ചെയ്യാൻ പറ്റും. 36 ഒക്കെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട്. ഈ പ്രിൻ്റൊന്നും എത്ര വാഷ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രിൻ്റാണ്. മെറ്റീരിയലും അങ്ങനെ തന്നെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഇതൊന്നും പിന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഡെയിലി ഓഫീസിലോട്ടൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനത്തെ കസ്റ്റമറാണ് നമുക്ക് കൂടുതലും ഈ ടൈപ്പ് ബ്രാൻഡഡ് കുർത്തീസ് വാങ്ങിക്കുന്നത്. ഒരു ഷോപ്പ് പോലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടില്ല. റയോണിൻ്റെ കുർത്തി നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷെ ഇതുപോലത്തെ കുർത്തീസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. പുറത്തൊരു ഷോപ്പിൽ നിന്നും ബ്രാൻഡഡ് ഷോപ്പിൽ നിന്നല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ബ്രാൻഡഡ് ഷോപ്പിൽ വരുമ്പോൾ ഇതിലുള്ള ടാഗ് റേറ്റ് എത്രയാണോ അത് തന്നെ കൊടുക്കണം. അത് വാങ്ങിക്കുന്ന എല്ലാ കസ്റ്റമർക്കും അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരില്ല. എല്ലാവർക്കും അതറിയാം. ഈ പ്രിൻ്റൊന്നും നമുക്ക് എവിടുന്നും വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മൾ നോർമൽ ഷോപ്പിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ പ്രിൻ്റൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. ഇതിൻ്റെ വില 499 ആണ്. ഇതൊന്നും 499 നമുക്ക് ഒരു ഷോപ്പിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇതുപോലത്തെ പ്രീമിയം പ്രിൻ്റ് വരുന്ന ഒരു ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ഇതുണ്ടോ ഇതിൻ്റെ ടാഗ് റേറ്റ് എന്ന് പറഞ്ഞത് 799 ആണ്. അപ്പോൾ ഇതൊരു ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് 499 പർച്ചേസ് ചെയ്യുക. അവർക്ക് ഈ 799 വരെ എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഹോൾസെയിൽ ആകുമ്പോൾ ഒരു 10 പീസൊക്കെ കൊണ്ടുപോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം പെട്ടെന്ന് തന്നെ വിറ്റ് പോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരുപാട് പേര് നമ്മളടുത്ത് എന്ത് പറയുന്നുണ്ട്, ഫീഡ്ബാക്ക് പറയാറുണ്ട്. അല്ല ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്താൽ മതിയെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് പോയാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതടുത്ത ഇതിൽ വരുന്നൊരു അടിപൊളി കുർത്തി. ഇതിൻ്റെ യോക്ക് പോർഷൻ മൊത്തം സ്റ്റോൺ വർക്ക്, ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ മൊത്തത്തിൽ ഹാൻഡ് വർക്കും മിറർ വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ടാഗ് റേറ്റ് വരുന്നത് 899 ആണ്. ഇതിൻ്റെ ടാഗ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിലൊക്കെ പിന്നെ സ്ലീവിൻ്റെ തലക്കിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ യോക്ക് പോർഷനിൽ മിറർ വർക്കും ഹാൻഡ് വർക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്ന സ്ലീവ് ഉണ്ട്. ടോപ്പും അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല ചെസ്റ്റ് അളവ് ഒരു 44 XXL വരെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെസ്റ്റ് അളവ് നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കുർത്തിയാണ്. ഇതൊക്കെ നമ്മൾ നോർമൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഇതിനൊക്കെ കൊടുക്കേണ്ടി വരും. ഇതുണ്ടോ നല്ല ഗോൾഡൻ പ്രിന്റിൽ ബോട്ടം പോർഷൻ മൊത്തം ഇതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിന് വീനെക്ക് കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു എംബ്രോയിഡറി വർക്ക് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. XXL വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ആൾട്ടർ ചെയ്താൽ മതി. എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ്. എല്ലാതും ബ്രാൻഡഡ് ഐറ്റം മാത്രമേ നമ്മുടെ ഷോപ്പിൽ നമ്മൾ കുർത്തീസിൽ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഹോൾസെയിൽ ആവശ്യമുള്ളവർക്ക് ഹോൾസെയിലായിട്ടും
അല്ലാത്തവർക്ക് റീറ്റെയിലായിട്ടും റീസെല്ലിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടൊക്കെ ഓർഡർ എടുക്കാം. ഇത് അടുത്തൊരു കുർത്തിയാണ്. ഇതിൻ്റെ നെക്കിലൊക്കെ നിറയെ ഡിസൈൻ വന്നിട്ടുണ്ട്. ലേസ് വർക്കും സ്റ്റോൺ വർക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ തലക്കിൽ അതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല റയോൺ കോട്ടൺ മിക്സ് മെറ്റീരിയലാണ്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് പീസ് നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. എന്താ പക്ഷെ നല്ല പ്രിൻ്റാണ് വരുന്നത്. പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് പീസസ് നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇത്രയല്ല, അങ്ങോട്ട് ഒരുപാട് പീസസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പിക്ചേഴ്സും നമ്മൾ റീസെല്ലിങ് ചെയ്യുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഇനിയിപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ കസ്റ്റമർക്ക് നമ്മളത് അയച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ബോട്ടം വേണം, ഷോള് വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ മാച്ചിങ് ബോട്ടവും ഷോളും കൂടെ വെച്ചിട്ട് നമ്മൾ സെറ്റ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പിക്ചേഴ്സും നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. അപ്പം ബോട്ടവും ഷോളും ടോപ്പും, അതായത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബോട്ടവും ഷോളും പിന്നെ ടോപ്പും കൂടെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഓർഡർ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. നമ്മൾ എന്തൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ റീസെല്ലർ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം ഇതുപോലെ ഒരുപാട് പേര് റീസെല്ലറായിട്ട് കാണും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് കുറേ നാൾ റീസെല്ലറായി നടന്ന ഒരു വനിതയാണ് റഷീദ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് തുടങ്ങിയത്. അപ്പം എന്താണ് റീസെല്ലർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഇവിടെ ആകുമ്പം അതെങ്ങനെ പരിഹരിക്കുന്നു എന്നും കൂടെ ഒന്ന് പറയാം. അതാണ് മെയിനായിട്ട് ഞാൻ ഈ ഷോപ്പ് ഇട്ടതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. കാരണം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ റീസെല്ലിങ്ങിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായിരുന്നു? 7 വർഷമായിട്ട്. 7 വർഷമായിട്ട് റീസെല്ലിംഗ് ചെയ്തിട്ടുണ്ട്. അത് 6 വർഷത്തിലധികം നമ്മൾ മറ്റുള്ളവർ പ്രൊഡക്റ്റ് മാത്രം സെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഡക്റ്റ് ഉള്ളവരെടുത്ത് നമ്മളോട് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ചോദിക്കും, നമ്മളത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരതിന് റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും. നമ്മൾ ചിലപ്പോൾ രാവിലെ മെസ്സേജ് അയച്ചാൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് നമുക്കത് റിപ്ലൈ കിട്ടും. പക്ഷെ അത്രയൊന്നും ആരും എന്ത് ചെയ്യില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പക്ഷെ അത് നമ്മൾ ഇവിടെ എന്താക്കും, ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് എപ്പോൾ മെസ്സേജ് അയച്ചാലും നമ്മൾ അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അതിനുവേണ്ടി ഇവിടെ ഒരാളെ തന്നെ ആക്കിയിട്ടുണ്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ് കസ്റ്റമർക്ക്. ചിലപ്പോൾ നമ്മൾ കസ്റ്റമർ അതിന് ഓർഡറൊക്കെ എടുത്തിട്ടുണ്ടാകും, റീസെല്ലർ ഓർഡറൊക്കെ എടുക്കും. പക്ഷേ നമ്മൾ സാധനം ഇവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പറയും അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതെന്താ, പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ക്യാഷ് കസ്റ്റമർക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടാണത്. പിന്നെ അവർക്ക് നമുക്ക് ഓർഡർ തരാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രോപ്പറായിട്ട് അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കും. അതേപോലെ പിന്നെ ഞാൻ ഫേസ് ചെയ്ത മറ്റൊരു പ്രശ്നമുണ്ട്, സാധനം അയച്ചോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോട് ഫുൾ ടൈം ചോദിച്ചുകൊണ്ടിരിക്കണം കസ്റ്റമറോട്. ഡീലറോട് നമ്മൾ എപ്പോഴും അയച്ചോ. പക്ഷെ നമ്മൾ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന അത്രയും സ്പീഡായിട്ട് അവരെന്ത് ചെയ്യില്ല, നമുക്ക് റിപ്ലൈ തരില്ല അയച്ചോ എന്നുള്ളതിന്. പിന്നെ അതിൻ്റെ ട്രാക്കിംഗ് ബില്ല് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. പക്ഷെ ആ ട്രാക്കിംഗ് ബില്ലൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂല. അപ്പം നമ്മൾ ഇവരെ പിന്നാലെ മെസ്സേജ് അയച്ചുകൊണ്ട് നടക്കണം, അയച്ചിടണോ എന്നാ അയച്ചത്, അതിന് ട്രാക്കിംഗ് ഇനി എപ്പോൾ കിട്ടും, സാധനം എപ്പോൾ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നമ്മളെ കയ്യിലില്ല. കാരണം നമ്മൾ ഇന്ന് ഓർഡർ എടുത്ത 5:30 മുമ്പ് ഓർഡർ എടുക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും, സെയിം ഡേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. കാരണം നമ്മളൊരു 100 പീസ് നമ്മൾ ഓർഡർ എടുത്താൽ ആ 100 പീസ് നമ്മൾ സെയിം ഡേ ഡിസ്പാച്ച് ചെയ്യും. അത് കസ്റ്റമർ DTDC പറയുകയാണെങ്കിൽ DTDC അയച്ചു കൊടുക്കും, അല്ല പോസ്റ്റൽ കൊറിയറാണ് പറയുന്നതെങ്കിൽ നമ്മൾ അത് അയച്ചു കൊടുക്കും. എന്തായാലും സെയിം ഡേ ഡിസ്പാച്ച് ചെയ്യും. പിന്നെ നൈറ്റിലൊക്കെ എടുത്ത ഓർഡർ ആണെങ്കിൽ അത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ഓർഡർ എടുത്ത ആൾക്ക് എന്ത് വേണ്ട, ടെൻഷൻ ഇല്ല. ഇപ്പം ടെൻഷൻ ഇല്ലാതെ അത് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഞാനൊക്കെ ചെയ്തപ്പോൾ ഏറ്റവും ഫേസ് ചെയ്ത പ്രശ്നം, നമ്മൾ ആ ഓർഡർ കിട്ടുന്നത് വരെ നമ്മൾ ടെൻഷൻ അടിച്ച് മരിക്കും. കസ്റ്റമർക്ക് ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്യാഷ് ഒരു 50 ആയാലും 100 ആയാലും നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഓർഡർ ഇടുന്ന എല്ലാവർക്കും അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നതോടുകൂടി ആ ഏർണിങ്സ് അവരുടെ ഇൻകമായി മാറി. പിന്നെ അത് എന്ത് ചെയ്യാൻ പോകില്ല, മിസ് ചെയ്യാൻ പോകില്ല. ഇനി എന്തെങ്കിലും കസ്റ്റമർക്ക് ഇഷ്യൂ വന്നാലും നമ്മളത് നേരിട്ട് സോൾവ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും സോൾവ് ചെയ്ത് കൊടുക്കും. നമ്മൾ മാക്സിമം എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുക. എല്ലാം നമ്മളെല്ലാ ഭാഗവും നമ്മൾ നിവർത്തി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക. ഇനി ഇൻകേസ് എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഇവിടെ റീസെല്ലറായിട്ട് ആക്റ്റീവായിട്ട് എത്ര പേര് കാണും ഇപ്പം റഷീദയുടെ? ഇപ്പോൾ ഒരു 150ഓളം പേര് ആക്റ്റീവ് റീസെല്ലേഴ്സ് മാത്രമുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 1000-1500 പേര് കസ്റ്റമറായിട്ടും നമുക്ക് സ്ഥിരം കസ്റ്റമറായിട്ടും നമ്മളെ ഗ്രൂപ്പിലുണ്ട്. പിന്നെ റീസെല്ലർ കസ്റ്റമറും തന്നെ അവരൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അവർക്ക് അത് ഇഷ്ടമായ അവരോട് മറ്റുള്ളവർ ചോദിക്കും. അപ്പോൾ അവർക്കൊരു ഓർഡർ
നമ്മുടെ അടുത്ത് നിന്ന് പ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഈ കസ്റ്റമർക്കും നമ്മളൊരു ഏണിങ്സ് കൊടുക്കും. അപ്പോൾ അവർക്ക് ഹാപ്പിയാണ്. അപ്പം 150ഓളം പേര് റീസെല്ലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും വനിതകളാണോ? അങ്ങനെയാണ്. ഒരു 10 പേരെങ്ങാണ്ട് പിന്നെ ജെൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം വനിതകളാണ്, വീട്ടമ്മമാരാണ്. അതുപോലെ രോഗികളായ ആളുകളൊക്കെ ഉണ്ട്. കാരണം ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഈ റീസെല്ലിംഗ് എന്നുള്ളത്. അതിലേക്ക് പിന്നെ പ്രത്യേക ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, പിന്നെ ഒരു ഷോപ്പ് വേണ്ട, പിന്നെ ലേബർ കോസ്റ്റ് വേണ്ട, ഭൂമി വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫോൺ മാത്രം ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നുകൊണ്ട് ഡെയിലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000-1500 രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് റീസെല്ലിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ്. അവർക്ക് അവരൊരു ഷോപ്പിലുണ്ടെങ്കിൽ അവർക്ക് ആ ഷോപ്പിൽ നിന്ന് എത്ര ഫ്രീഡത്തോടെ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുമോ അത്രയും ഫ്രീഡത്തോടെ ഈ ഷോപ്പിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഔട്ട് ഓഫ് കേരള പറഞ്ഞല്ലോ, അപ്പം യഥാർത്ഥ എവിടെയൊക്കെ പ്രോഡക്റ്റ് പോയിട്ടുണ്ട്? നമ്മൾ കർണാടക പോയിട്ടുണ്ട്, ഉത്തർപ്രദേശ് പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗോവ, അതുപോലെ ആന്ധ്രാപ്രദേശ്, പിന്നെ ചെന്നൈയിലോട്ട്, ലക്ഷദ്വീപിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 9 ദ്വീപുകളിൽ നമ്മളെ സാധനം നമ്മൾ സെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ. നമ്മൾ ആ കൊറോണയുടെ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, അതായത് ലക്ഷദ്വീപിലോട്ട് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഡ്രസ്സ് എത്തിക്കുക എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത് തന്നെ ഞങ്ങളായിരിക്കും. ആദ്യമായിട്ട് ലക്ഷദ്വീപില് ഓൺലൈൻ അവിടെ സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തില്ല, അവിടെ അങ്ങനെ അവർക്ക് കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല ഡ്രസ്സ്. പക്ഷെ നമ്മളാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യൻ പോസ്റ്റിന്റെ കൊറിയർ വഴി അവർക്ക് അവിടെ എത്തിച്ചു കൊടുത്തു. അത് പിന്നെ അവിടെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കസ്റ്റമർ നമുക്ക് ഇപ്പോഴും ലക്ഷദ്വീപിലുണ്ട്. അവിടുത്തെ 9 ദ്വീപുകളിൽ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. അപ്പം നഷാസ് ബ്യൂട്ടിക്കിൻ്റെ പ്രോഡക്റ്റുകൾ കണ്ടു, റീസെലർ ആയിട്ടുള്ളതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇപ്പം ഞാനിപ്പം ഇതിൻ്റെ നഷാസ് ബ്യൂട്ടിക്കിൻ്റെ റീസെലർ ആവണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ നമ്മൾ ഇത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും ഡെസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ പിൻ ചെയ്ത് വെക്കും. ആ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുക. ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയച്ചു തരും, ലിങ്ക് അയച്ചു തരും. പിന്നെ ചിലർക്ക് റീസെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും ചിലർക്ക് പിന്നെ ഡൗട്ടുകൾ ബാക്കിയായിരിക്കും. ഫസ്റ്റായിട്ട് ഇത് എന്താണെന്ന് കേൾക്കുന്നവർക്ക്, ഫസ്റ്റായിട്ട് ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക്. പിന്നെ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അതിനെല്ലാം ഉള്ള പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ നമ്മൾ തരും. അപ്പോൾ നമ്മുടെ ഈ ഡിസ്പ്ലേ ഷോപ്പ് എവിടായിട്ടാണ് കറക്റ്റ് എന്നൊന്ന് പറഞ്ഞുതരാമോ? ഇത് മലപ്പുറം പരപ്പനങ്ങാടിയിൽ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പ്രയാഗ് റൂട്ടിലാണ് നമ്മളെ ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ നമ്മളെ ഷോപ്പിൽ നേരിട്ട് വരണം, ഇവിടുത്തെ കളക്ഷൻസൊക്കെ ജസ്റ്റ് കാണണം, പിന്നെ ഇതൊക്കെ സത്യമാണോ എന്ന് അറിയണം എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷോപ്പിൽ നേരിട്ട് വരാം, എന്നെ വിളിക്കാം. എന്നോട് ഷോപ്പിൽ നേരിട്ട് വരിക, നിങ്ങളിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ ചോദിച്ചറിഞ്ഞ് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവർക്കും ഇനിയിപ്പോൾ റീസെല്ലിംഗ് എന്താണെന്ന് അറിയാത്തവർക്കും എന്തെങ്കിലും ഡൗട്ട് ഇത് ചെയ്യുമ്പോണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് റിപ്ലൈ തരും. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടാണ് നഷാസ് ബ്യൂട്ടിക്കിലെ റഷീദ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. റീസെല്ലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി അതുമല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പരപ്പനങ്ങാടിയിൽ റെയിൽവേ സ്റ്റേഷന് നേരെ എതിർവശത്തുള്ള നഷാസ് ബ്യൂട്ടിക്കിലേക്ക് എത്തുക. ഈ വീഡിയോ എല്ലാവർക്കും സഹായകരമാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ. ബൈ ബൈ.